വഖഫ് ബില്ല് പാസ്സാക്കിയാൽ അല്ലെങ്കിൽ വഖഫിൽ ഭേദഗതി വരുത്തിയാൽ അതുവഴി മുനമ്പം വിഷയം അവസാനിക്കുമെന്ന് കരുതിയ മുനമ്പത്തെ സമരക്കാർക്കെല്ലാം ഇപ്പോൾ മനസ്സിലായി നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു വഖഫ് ഭേദഗതിയിലൂടെ മുനമ്പത്തെ പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതുകൂടി നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ വളരെ വ്യക്തമാണ്. ഈ സമരത്തിന്റെ മുനമ്പത്തെ സമരം ചെയ്യുന്ന ആളുകളോട് പറഞ്ഞ ഈ വീഡിയോയും ഈ ഇതിൽ പറയുന്ന വാക്കുകൾ, പ്രതിപക്ഷിതാവ് പറയുന്ന വാക്കുകളാണ് ഇന്ന് യാഥാർത്ഥ്യമായി ഭവിച്ചിരിക്കുന്നത്. 6 ഭേദഗതിയിലെ 40ാമത്തെ വിഷയം എടുത്തുകൊണ്ട് തന്നെ മൂപ്പര് പറഞ്ഞു ഇതൊരിക്കലും മുനമ്പത്തെ പ്രശ്നത്തിന് അവസാനമാകുന്നില്ല, ഇത് സംസ്ഥാനമായും മതങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പിന് വേണ്ടിയിട്ട് മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെ തള്ളിക്കൊണ്ട് ഇവർ അന്ന് 6 മാസങ്ങൾക്ക് മുന്നേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ വാക്കുകൾ കേട്ടു നോക്കാം. മുഴുവൻ മുസ്ലിം ഇപ്പോൾ മനസ്സിലാവുന്നത് എത്രമാത്രം യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചു, ഞങ്ങളിത് സംസാരിച്ചിട്ടുണ്ട്, പ്രാഥമികമായി സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കൂടെയാണ് അവരെല്ലാവരും. സർക്കാർ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ നടക്കും. കേരള സർക്കാർ വിചാരിച്ചു അവര് വെച്ചിരിക്കുന്ന വഖഫ് ബോർഡാണ്, അവരൊക്കെ തീരുമാനം എടുത്താൽ മതി. അവരെന്തിനാ കോടതിയിൽ പോകുന്നത്? ഞാൻ പറയുന്നു, ആവർത്തിച്ചു പറയും, ഇത് വഖഫ് അല്ല. 2008 അച്യുതാനന്ദ ഗവൺമെന്റ് വന്നപ്പോ ഒരു നിസാർ കമ്മീഷൻ വെച്ച്, പാർട്ടിക്കാരനാണ്, ജഡ്ജായിരുന്നു, പാർട്ടിക്കാരനാണ്, അവരുടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് പറയുന്നത് ഇത് ആദ്യം ഈ കമ്മീഷൻ ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് UDFന്റെ കാലത്ത് വഖഫ് ബോർഡിന്റെ ചെയർമാൻമാരുണ്ടായിരുന്നു. പാണക്കാടത്തെ ഉമറലി തങ്ങള്, പാണക്കാടത്തെ റഷീദ് അലി തങ്ങള്, അവരാരും ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് ഇവരെ ഒഴിപ്പിക്കാനോ ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. അവരിപ്പോഴും പറയുന്നത് ഇത് വഖഫാണെന്ന് പറയുന്നത് ഇസ്ലാമിന് യോജിച്ചല്ല എന്നാണ് അവരുടെ നിലപാട്. ഇത് ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലുള്ള ഒരു വിഷയമാക്കി മാറ്റി മുമ്പിലെടുപ്പിക്കും. അത് കുറെ പേര് ഇറങ്ങിയിരുന്നു. ഇനി ഈ വിഷയം ഇപ്പോഴത്തെ ബില്ല് മുഴുവൻ വായിച്ചു നോക്കിയ ആളാണ്. ഈ വഖഫ് ബില്ല് എവിടെ നിയമം പാസ്സാക്കാൻ പോണ ബില്ല്, ഇതിൽ ഏത് നിയമം ഈ നിയമം പാസ്സാക്കിയാൽ നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. ഇപ്പൊ പറയുന്നതിന് അനുകൂലമായിട്ട് പറയുന്നവര് ഇതിന്റെ 40ാം വകുപ്പ് എടുത്തു കളഞ്ഞു, അതുകൊണ്ട് ഗുണമെന്ന്. 40ാം വകുപ്പിൽ എന്താ പറയുന്നത്? 40ാം വകുപ്പില് വഖഫ് പ്രോപ്പർട്ടിയിൽ അവസാന തീരുമാനം എടുക്കാൻ വഖഫ് ബോർഡിന് അനുവാദം ഉണ്ടായിരുന്നു. അത് എടുത്തു കളഞ്ഞു എന്നാണ്. അത് എടുത്തു കളഞ്ഞാൽ ഇത് പ്രോപ്പർട്ടി നിങ്ങളിലേക്ക് വരുമോ? അപ്പോ കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടാവുള്ളൂ. പിന്നെ ആരാണ് തീരുമാനിക്കേണ്ടത് ആരുടെ പ്രോപ്പർട്ടിയാണെന്ന്? ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ, തർക്കം ഉണ്ടായാൽ പിന്നെ ആരാണ് തീരുമാനിക്കേണ്ടത്? പിന്നെ തീരുമാനിക്കാൻ കോടതികളിലേക്കും നീണ്ട വ്യവഹാരങ്ങളിലേക്കും പോകും. അല്ലാതെ ഒരു പരിഹാരവും ഈ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ കൊണ്ടുവരുന്ന ഈ വഖഫ് നിയമം വഴി നിങ്ങൾക്ക് ആർക്കും ലഭിക്കാൻ പോകുന്നില്ല. ഈ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമത്തിൽ ഈ വഖഫ് ബോർഡിൽ 11 പേരുണ്ട്. ആ 11 പേരിൽ കൊണ്ടുവരുന്ന നിയമത്തിൽ നിർദ്ദേശിക്കുന്നത് എന്താ അറിയാം? അതിൽ 2 പേര് അമുസ്ലിങ്ങളാകണം. ഈ നാടകത്തിന് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ കൊച്ചിന്റെ ദേവസ്വം കമ്മീഷൻ നിയമം കൊണ്ടുവരികയാണ് ഗവൺമെന്റ്. അത് ഹിന്ദു ആകണം, അവിടെ പോയി ഒരു മുസ്ലിം ഇരിക്കാൻ പറ്റും. ഏത് ദേവസ്വം ബോർഡിന്റെ കമ്മീഷൻ ഹിന്ദു മര്യാദ. അതാണ് വഖഫ് ബില്ലിലുള്ള പാര. ഇവരുടെ ഉദ്ദേശം ഇതൊന്നുമല്ല. ഈ ബില്ലും നിങ്ങളുടെ പ്രശ്നം തമ്മിൽ ഒരു ബന്ധമില്ല. ഈ ബില്ല് പാസ്സായാലും നിങ്ങൾക്ക് ഒരു ഗുണമില്ലാത്തുണ്ടാവും. വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് ചില ഈ സോഷ്യൽ മീഡിയയിൽ കുറെ ആളുകൾ ഭൂമിയുടെ ഇത് ചോദിച്ചുകൊണ്ട് മുനമ്പത്തെ ഭൂമിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു മുസ്ലിം സംഘടനകളും മുന്നോട്ട് വരുന്നില്ല. പരാതിക്കാരില്ലാത്ത ഒരു കേസിൽ, അല്ലെങ്കിൽ അത് ഞങ്ങളെ ഭൂമിയാണെന്ന് വാദിച്ചു വരാൻ ഒരാളില്ലാതിരിക്കവേ പിന്നെ ആർക്കാണ് ഇതിൽ പ്രശ്നം? നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിന്മേൽ വന്ന ഈ പ്രശ്നത്തെ ഒരു സംസ്ഥാന സർക്കാരിന് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയത്തെ ഇങ്ങനെ നീട്ടിവലിച്ചു കൊണ്ടുപോയി ഇതിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണെന്ന് ഇനിയെങ്കിലും ബുദ്ധിയുള്ളവർ ചിന്തിച്ച് മനസ്സിലാക്കുക.